89.6 FM സർഗക്ഷേത്ര. വിചിത്രം. ഒരുപാട് നാൾ കൂടിയിരുന്ന് കാണുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വിചിത്രമാണ്. കൂടെയുള്ളത് മുദ്ര. കാണാതെ പോയൊരു മലേഷ്യൻ വിമാനത്തിൻ്റെ കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ നടുക്കിയ ഒരു വിമാനത്തിൻ്റെ തിരോധാനം ഇപ്പോഴും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. 2014 മാർച്ച് 8 രാത്രി 12 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ഉള്ളപ്പോൾ മലേഷ്യയിലെ കുവാലാലംപൂർ എയർപോർട്ടിലെ റൺവേയിലേക്ക് ഒരു വിമാനം പറന്നുയരാൻ തയ്യാറെടുക്കുന്നു. Once again, welcome on board a Malaysia Airlines flight MH from Kuala Lumpur. ബോയിങ് 777 കമ്പനി നിർമ്മിച്ച 444ാമത്തെ മലേഷ്യൻ എയർലൈൻസ് വിമാനം MH370 എന്ന വിമാനം. 227 യാത്രക്കാരും 12 മലേഷ്യൻ എയർലൈൻ ക്രൂ മെമ്പേഴ്സും അടങ്ങുന്ന ഈ വിമാനം പുറപ്പെട്ടത് ചൈനയിലെ ബെയ്ജിംഗ് എന്ന സ്ഥലത്തേക്കാണ്. 60 തവണ വിമാനം പറത്തിയ എക്സ്പീരിയൻസ് ഉള്ള 53 വയസ്സുകാരനായ സഹറി അഹമ്മദ് ഷാ ആയിരുന്നു ഈ ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റൻ. 7 വർഷം മലേഷ്യൻ എയർലൈൻസിൽ എക്സ്പീരിയൻസ് ഉള്ള 27 വയസ്സുകാരനായ ഫാറിഖ് അബ്ദുൽ ഹാമിദ് ആയിരുന്നു ഈ വിമാനത്തിൻ്റെ ഫസ്റ്റ് ഓഫീസർ. മലേഷ്യയിൽ നിന്നും ബെയ്ജിംഗ് വരെ എത്താൻ വേണ്ടിവരുന്ന ഫ്ലൈയിങ് ടൈം 5 മണിക്കൂർ 34 മിനിറ്റാണ്. അതിന് വേണ്ടിവരുന്ന ഫ്യൂവൽ 37,200 കിലോയുമാണ്. പക്ഷേ വിമാനത്തിലുണ്ടായിരുന്നത് 49,100 കിലോ ഏവിയേഷൻ ഫ്യൂവൽ. അതായത് 7 മണിക്കൂർ 13 മിനിറ്റ് യാത്ര ചെയ്യാനുള്ള ഇന്ധനം അതിലുണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ ലാൻഡ് ചെയ്യാൻ സാധിക്കുകയല്ലെങ്കിൽ അത് ഡൈവേർട്ട് ചെയ്യാൻ ആവശ്യമായ ഫ്യൂവലും കൂടി കരുതേണ്ടതുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്ത് കൃത്യം വെളുപ്പിനെ 12:42 ടേക്ക് ഓഫ് ചെയ്തു. എയർലൈനുകൾക്ക് കൃത്യം റൂട്ട് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഈ റൂട്ടിലുള്ള വേവ് പോയിന്റ്സിലൂടെയാണ് എയർലൈനുകൾ സഞ്ചരിക്കുന്നത്. ഒരു റൂട്ടിന് ഏകദേശം 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വീതിയുണ്ട്, ചിലതിന് 20 മുതൽ 30 വരെയും. ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വേവ് പോയിന്റ്സ് 4-5 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൊണ്ടാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഓരോ വേവ് പോയിന്റിലും ഫ്ലൈറ്റ് തിരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 4ാമത്തെ പോയിന്റിൽ ഈ വിമാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ മലേഷ്യൻ എയർസ്പേസ് പരിധി അവസാനിക്കുകയാണ്. അതിനുശേഷം വിയറ്റ്നാം എയർസ്പേസിലേക്ക് കടക്കുകയാണ്. 12:46 ലംപൂർ റഡാർ സിസ്റ്റത്തിൽ നിന്നും ലഭിച്ച നിർദ്ദേശപ്രകാരം എയർലൈൻസ് 35,000 അടി ഉയർച്ചയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചും ഇതേ മെസ്സേജ് 1-1 MH370 നിന്നും കൈമാറിയിരിക്കുന്നു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. ACARS, എയർക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. എയർക്രാഫ്റ്റിൽ നിന്നും കൺട്രോൾ ടവറിലേക്ക് മെസ്സേജ് കൈമാറാനുള്ള സംവിധാനമാണിത്. വിമാനത്തിൽ നിന്നും സാറ്റലൈറ്റിലേക്കും സാറ്റലൈറ്റിൽ നിന്നും കൺട്രോൾ ടവറിലേക്കുമാണ് മെസ്സേജ് കൈമാറാൻ സാധിക്കുക. 1-6 കൈമാറിയ മെസ്സേജിൽ നിന്നും അറിയാൻ സാധിച്ചത് ഏവിയേഷൻ ഫ്യൂവൽ 43,800 കിലോ ഉള്ളതായിട്ടാണ്. അടുത്ത വേവ് പോയിന്റ് കഴിഞ്ഞാൽ വിയറ്റ്നാം എയർസ്പേസിലേക്ക് കടക്കുകയാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി പൈലറ്റ് പാസ് ചെയ്തിരുന്നു. ഫാറിഖിൻ്റെ വോയിസ് മെസ്സേജ് ആയിരുന്നു അത്. ആ മെസ്സേജ് പതിഞ്ഞത് ലംപൂർ റഡാർ സ്റ്റേഷനിലായിരുന്നു. ഓൾ റൈറ്റ്, ഗുഡ് നൈറ്റ് എന്നായിരുന്നു ആ സന്ദേശം. ഇത് സൂചിപ്പിക്കുന്നത് ഒരു ബൗണ്ടറിയിൽ നിന്നും അടുത്ത ബൗണ്ടറിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. തായ്ലാൻഡ് ഉൾക്കടലിലൂടെയാണ് വിമാനം പറന്നുകൊണ്ടിരിക്കുന്നത്. മേഘങ്ങളോ ഇടിമിന്നലോ മഴയോ ഒന്നും തന്നെയില്ല. തികച്ചും തെളിഞ്ഞ അന്തരീക്ഷം. പെട്ടെന്ന് തന്നെ വിമാനത്തിൻ്റെ സിഗ്നലുകൾ നിലയ്ക്കുന്നു. 1 മണി 20 മിനിറ്റ് 31 സെക്കൻഡിൽ കുവാലാലംപൂറിൻ്റെ കൺട്രോൾ ടവർ സ്ക്രീനിൽ നിന്നും ഫ്ലൈറ്റിൻ്റെ സിഗ്നലുകൾ അപ്രത്യക്ഷമായി. 1 മണി 21 മിനിറ്റ് 13 സെക്കൻഡ് വിയറ്റ്നാം ഓച്ചിമൻ സിറ്റിയിലെ കൺട്രോൾ ടവർ സ്ക്രീനിൽ ഇത് തന്നെ ആവർത്തിച്ചു. സിഗ്നലുകൾ മിസ്സായിരിക്കുന്നു. അതായത് തായ്ലൻഡ് ഉൾക്കടലിൽ വെച്ച് കുവാലാലംപൂറിൻ്റെയും വിയറ്റ്നാമിൻ്റെയും ടവറുകൾക്കിടയിൽ വെച്ചാണ് എയർക്രാഫ്റ്റ് മിസ്സായിരിക്കുന്നത്. എയർക്രാഫ്റ്റ് മിസ്സാകുമ്പോൾ 35,000 അടി ഉയരത്തിലും 872 km/h വേഗതയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. മേഘങ്ങളോ മഴയോ ഇടിമിന്നലുകളോ ഇല്ല. തികച്ചും തെളിഞ്ഞ അന്തരീക്ഷം. എന്നിട്ടും സിഗ്നലുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു? ഇത് അമ്പരപ്പിക്കുന്നതാണ്. ശേഷം 1:38 വിയറ്റ്നാമിൽ നിന്നും കുവാലാലംപൂറിലേക്ക് വിളിച്ച് എയർക്രാഫ്റ്റ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നറിയിച്ചു. കുവാലാലംപൂർ പരിശോധിച്ചിട്ട് തിരിച്ചറിയിച്ചത് കംബോഡിയ എയർസ്പേസിലേക്ക് എയർക്രാഫ്റ്റ് ഡീറൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്.
വിയറ്റ്നാം ആ മറുപടിയിൽ തൃപ്തരല്ലായിരുന്നു. വീണ്ടും കൺഫേം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് കുവാലാലംപൂരിലെ ഒരു ഓഫീസർ കൺഫേം ചെയ്യുന്നതിനായി മലേഷ്യൻ എയർലൈൻസിനെ ബന്ധപ്പെടുന്നത്. സമയം 2:15. മലേഷ്യൻ എയർലൈൻസ് പറയുന്നു എയർക്രാഫ്റ്റ് കംബോഡിയ എയർ സ്പേസിൽ തന്നെ ഉണ്ടെന്ന്. ഈ വിവരം വിയറ്റ്നാമിനെ അറിയിച്ചു. ഒപ്പം ഒരു ചോദ്യവും, ബെയ്ജിങ്ങിൻ്റെ എയർ റൂട്ടിൽ എപ്പോഴെങ്കിലും കംബോഡിയ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന്. ഓച്ചിമിൻ സിറ്റി തറപ്പിച്ചു പറഞ്ഞു, MH370 റൂട്ടിൽ കംബോഡിയ എയർ സ്പേസ് ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാവും കംബോഡിയയിലേക്ക് MH370 ഡീറൂട്ട് ചെയ്തത്? കംബോഡിയയുടെ എയർ സ്പേസിലായ സ്ഥിതിക്ക് കംബോഡിയയിൽ നിന്നും സിഗ്നലുകൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കി. ഒരു സിഗ്നൽ പോലും ലഭിച്ചില്ല. ഈ വിവരം 2:34 കുവാലാലംപൂറിനെ അറിയിച്ചു. മലേഷ്യൻ എയർലൈൻ MH370 എക്സാക്ട് ലൊക്കേഷൻ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഈ വിവരം തൃപ്തികരമല്ലായിരുന്നു. മറിച്ച് മലേഷ്യൻ എയർലൈൻസിനോട് ആവശ്യപ്പെട്ടത് MH370 സഞ്ചരിച്ചിരുന്ന എയർ റൂട്ടിൽ ഏതെങ്കിലും ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുക എന്നായിരുന്നു. 3:30 മലേഷ്യൻ എയർലൈൻസ് കൺട്രോൾ ടവറിൽ റിപ്പോർട്ട് ചെയ്തത് പൈലറ്റുകളെ ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്നാണ്. മാത്രമല്ല 2:34 നൽകിയ MH370 തത്സമയ ലൊക്കേഷൻ തെറ്റായിരുന്നു. കാരണം അവർ പ്രൊജക്റ്റഡ് സ്ക്രീൻ എന്ന സ്ക്രീനിൽ നോക്കിയാണ് വിവരം കൈമാറിയത്. വിമാനത്തിൻ്റെ വേഗതയും യാത്രാ സമയവും കണക്കാക്കി ഏത് ലൊക്കേഷനിൽ സഞ്ചരിക്കാനാണ് സാധ്യത എന്ന് കാണിക്കുന്ന സ്ക്രീനാണ് പ്രൊജക്റ്റഡ് സ്ക്രീൻ. അതായത് കൃത്യം 1 മണിക്കൂർ മുമ്പേ ഫ്ലൈറ്റ് കാണാതായിരിക്കുന്നു. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള 2 മണിക്കൂർ 9 മിനിറ്റാണ് നഷ്ടപ്പെടുത്തിയത്. 3:45 അടിയന്തരമായി മലേഷ്യൻ എയർലൈൻസ് കോഡ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. എല്ലാ കൺട്രോൾ ടവറുകൾക്കും സഞ്ചരിച്ചുകൊണ്ടിരുന്ന എല്ലാ എയർലൈനുകൾക്കും വിവരം കൈമാറി. എയറോനോട്ടിക്കൽ റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ ഏറ്റെടുത്തു. ബെയ്ജിങ്ങിൽ 6:30 ലാൻഡ് ചെയ്യേണ്ട വിമാനം എയർപോർട്ടിൽ ഡിലേഡ് എന്ന് എഴുതി കാണിച്ചു. 7:24 ആയതോടെ മലേഷ്യൻ എയർലൈൻസ് ബെയ്ജിംഗ് എയർപോർട്ടിൽ MH370 മിസ്സിംഗ് ആണെന്ന വിവരം അനൗൺസ് ചെയ്തു. ഈ വാർത്ത തീപ്പൊരി പോലെ പടർന്നു. എന്താവും ഈ വിമാനത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക? ഹൈജാക്ക് ചെയ്യപ്പെട്ടതോ, അതോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം തകർന്നു വീണതോ, അതോ മറ്റെന്തെങ്കിലും കാരണമോ? തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാമിൻ്റെ കപ്പലുകൾ 9 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചു. ഒരു ക്ലൂ പോലും ലഭിച്ചില്ല. തെളിഞ്ഞ കാലാവസ്ഥയായിട്ട് പോലും എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അതിലെന്തോ പന്തികേടുള്ളതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ദിശ നേരെ യാത്രക്കാരിലേക്ക് തിരിച്ചു. അമ്പരപ്പിക്കുന്ന മറ്റൊരു വിവരമാണ് അപ്പോൾ ലഭിച്ചത്. 2 ഇറാനിയൻ പൗരത്വമുള്ള പാസഞ്ചേഴ്സ് സഞ്ചരിച്ചത് മോഷ്ടിച്ച യൂറോപ്യൻ പാസ്പോർട്ട്സ് ഉപയോഗിച്ചാണ്. മറ്റൊരു വിവരം ലഭിച്ചത് വിമാനത്തിൻ്റെ ട്രാൻസ്പോണ്ടറുകൾ ഓഫായിരുന്നു എന്നുള്ളതാണ്. ഇത് ഓഫായി പോയതാണോ അതോ മനഃപൂർവ്വം ഓഫാക്കിയതാണോ എന്നായി സംശയം. സംശയത്തിൻ്റെ നിഴൽ പൈലറ്റിൻ്റെയും കോ പൈലറ്റിൻ്റെയും നേർക്ക് തിരിഞ്ഞു. അടുത്ത ദിവസം വീണ്ടും MH370 തിരച്ചിൽ ആരംഭിച്ചു. പക്ഷേ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരമാണ് ലണ്ടൻ കൈമാറിയത്. സാറ്റലൈറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുവാനായി മലേഷ്യൻ എയർലൈൻസ് ഇമർസാറ്റ് സാറ്റലൈറ്റ് ഓഫീസിൽ ബന്ധപ്പെട്ടു. അവിടുത്തെ വലിയ സ്ക്രീനിൽ ഡേറ്റകൾ അവലോകനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു. മാർച്ച് 9 പുലർച്ചെ 1:21 ഫ്ലൈറ്റ് മിസ്സായി എന്നായിരുന്നു കുവാലാലംപൂറും ഓച്ചിമിൻ സിറ്റിയുടെ കൺട്രോൾ ടവറുകളും റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ കണ്ട ഡേറ്റ മറ്റൊന്നായിരുന്നു. 1:21 ശേഷവും സാറ്റലൈറ്റും എയർക്രാഫ്റ്റും തമ്മിൽ സിഗ്നലുകൾ കൈമാറിയിരുന്നു. 2 മണി 25 മിനിറ്റ് 27 സെക്കൻഡിൽ എയർക്രാഫ്റ്റ് സാറ്റലൈറ്റുമായി കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. 2 മണി 39 മിനിറ്റ് 52 സെക്കൻഡിൽ ഗ്രൗണ്ട് കൺട്രോൾ ടവറിൽ നിന്നും എയർക്രാഫ്റ്റിലേക്ക് ടെലിഫോൺ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കോൾ ആരും തന്നെ സ്വീകരിച്ചില്ല. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എയർക്രാഫ്റ്റ് അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. സമാനമായ മെസ്സേജ് കൈമാറിയത് 3:41 ഈ പ്രക്രിയ ഓരോ മണിക്കൂർ ഇടവിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് 4:41, 5:41, 6:41 ഗ്രൗണ്ട് കൺട്രോൾ ടവറും എയർക്രാഫ്റ്റും തമ്മിൽ കണക്ഷൻ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. 7:13 8:19 ഗ്രൗണ്ട് കൺട്രോൾ ടവർ എയർക്രാഫ്റ്റിന് മെസ്സേജ് കൈമാറുകയും ഫോൺ റിങ് അടിക്കുന്നത് സാറ്റലൈറ്റ് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എയർക്രാഫ്റ്റ് അപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഏകദേശം 1 മണിക്കൂറിന് ശേഷം 9:15 ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ എയർക്രാഫ്റ്റിൽ നിന്നും റെസ്പോൺസ് ഉണ്ടായില്ല. അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്
എന്തോ സംഭവിച്ചു എന്നാണ്. ഈ വാർത്ത ആളിപ്പടർന്നു. അതേസമയം പൈലറ്റിൻ്റെ വീട് പരിശോധിച്ചപ്പോൾ പൈലറ്റ് ഉപയോഗിച്ചിരുന്ന ഓട്ടോമാറ്റിക് സ്റ്റിമുലേറ്ററിൽ അറിയാൻ സാധിച്ചത് എയർക്രാഫ്റ്റ് യഥാർത്ഥത്തിൽ സഞ്ചരിക്കേണ്ടിയിരുന്ന റൂട്ട് കൂടാതെ വ്യത്യസ്തമായൊരു റൂട്ട് കൂടി പരീക്ഷിച്ചിരുന്നു. ഇത് വീണ്ടും പൈലറ്റിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി. ഈ വിവരം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു വിവരം മലേഷ്യൻ മിലിറ്ററിയും തായ്ലാൻഡ് മിലിറ്ററിയിൽ നിന്നും ലഭിച്ചു. കുവാലാലംപൂറും ഓച്ചിമൻ സിറ്റിയുടെയും റഡാറുകൾക്ക് മിസ്സായ സിഗ്നലുകൾ മിലിറ്ററി റഡാറിൽ പതിഞ്ഞിരുന്നു. അത്ഭുതപ്പെടുത്തുന്ന വിവരമാണ് മലേഷ്യൻ എയർഫോഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് കൈമാറിയത്. 1:21 മലേഷ്യ ബോർഡർ കടന്നതിന് ശേഷം എയർക്രാഫ്റ്റ് ദിശ മാറി പിനാങ് എന്ന സ്ഥലത്തിൻ്റെ മുകളിലൂടെ പറന്നു. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫ്ലൈറ്റ് ഓടിച്ചിരുന്ന പൈലറ്റിൻ്റെ നാടും കൂടിയാണ്. പെട്ടെന്ന് മറ്റൊരു വിവരം കൂടി ലഭിക്കുകയുണ്ടായി. ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ലിഥിയം ബാറ്ററി എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഏകദേശം 200 കിലോ. ഒരു പക്ഷേ എയർക്രാഫ്റ്റ് തകർന്നത് ലിഥിയം ബ്ലാസ്റ്റ് ചെയ്തിട്ടുമാവാം. ഈ ലിഥിയം ബാറ്ററി സ്കാനിങ്ങിലൂടെ പോലും കടന്നു പോകാതെയാണ് എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് അനുവദിച്ചത്. ഇത് ഒരു കാരണവശാലും സമ്മതിച്ചുകൂടാത്ത പ്രവൃത്തിയായിരുന്നു. തായ്ലാൻഡ് ആർമിയുടെ വിവരമനുസരിച്ച് എയർക്രാഫ്റ്റ് മലേഷ്യൻ ബോർഡറും തായ്ലാൻഡ് ബോർഡറും കയറി ഇറങ്ങിയാണ് സഞ്ചരിച്ചത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ മുകളിലൂടെ ഓസ്ട്രേലിയ ദിശ ലക്ഷ്യമാക്കിയാണ് സഞ്ചരിച്ചത്. ഓട്ടോ പൈലറ്റ് ആയിരുന്നു എയർക്രാഫ്റ്റ് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഫ്ലൈറ്റ് നേരെ സഞ്ചരിച്ചേനെ. കൂടാതെ 31 മിനിറ്റ് കൊണ്ട് ക്രാഷ് ലാൻഡിങ് ചെയ്തേനെ. മലേഷ്യയിലൂടെയും തായ്ലൻഡിലൂടെയും കയറി ഇറങ്ങി സഞ്ചരിച്ചുവെങ്കിൽ ഫ്ലൈറ്റ് പൈലറ്റ് തന്നെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. പൈലറ്റ് ദിശ മാറി സ്വന്തം നാടായ പിനാങ്ങിൻ്റെ മുകളിലൂടെ പറന്നു. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവസാനമായി ആ ദ്വീപൊന്ന് കാണാൻ അതിൻ്റെ മുകളിലൂടെ പറന്നതായിക്കൂടെ? സ്വന്തം മരണം മുന്നിൽ കണ്ടിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അങ്ങനെയെങ്കിൽ അത് എന്ത് സൂചിപ്പിക്കുന്നു? ഒരു ആത്മഹത്യാ ശ്രമമായിരുന്നു. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്കിന് ശേഷം അമേരിക്കൻ മിലിറ്ററി ബേസ് കേന്ദ്രീകരിച്ച് നടത്താനിരുന്ന അറ്റാക്ക് ആയിരുന്നു ഇത്. MH370 ഒരു പക്ഷേ പൈലറ്റിൽ നിന്നും ഹൈജാക്ക് ചെയ്യപ്പെട്ടതായിക്കൂടെ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും ആ വിമാനത്തെ US വെടിവെച്ചിട്ട് കാണും. അതേസമയം MH370ക്കായുള്ള തിരച്ചിൽ തകർത്ത് മുന്നേറുകയായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ തിരച്ചിലായി മാറിയത്. എയർക്രാഫ്റ്റ് വേഗത അവസാനമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ 941 km/h ആയിരുന്നു. ഈ വേഗതയിൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തിരുന്നുവെങ്കിൽ 10,000-കണക്കിന് പീസുകളായി ചിന്നിച്ചിതറിയേനെ. അങ്ങനെയെങ്കിൽ ഫ്ലൈറ്റിൻ്റെ അവശിഷ്ടങ്ങൾ ആ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടേണ്ടതാണ്. അങ്ങനെ ഒന്നും തന്നെ കണ്ടില്ല. കടലിൻ്റെ മുകളിലെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ കാണാനും കണ്ടെത്താനും സാധിച്ചില്ല. ഒരു വർഷത്തിന് ശേഷം 2015 ജൂലൈ 29 വിമാനത്തിൻ്റെ ഒരു പീസ് കണ്ടെത്താൻ സാധിച്ചു. ഫ്രഞ്ച് ഐലൻഡായ റീയൂണിയനിൽ നിന്നാണ് കണ്ടെത്തിയത്. ഈ ലഭിച്ച കഷ്ണം MH370യുടേത് തന്നെയോ? അടുത്ത 1.5 വർഷം കൊണ്ട് 26 വിമാന അവശിഷ്ടങ്ങളാണ് താൻസാനിയ, മൊസാംബിക്, സൗത്ത് ആഫ്രിക്ക, മൗറീഷ്യസ് തീരങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത്. ഇതിൽ 3 കഷ്ണങ്ങൾ MH370യുടേത് എന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചു. അപ്പോഴും ഒരുപാട് സംശയങ്ങൾ ബാക്കി. എന്താണ് ശരിക്കും MH370ക്ക് സംഭവിച്ചത്? ആരാവും എയർക്രാഫ്റ്റിൻ്റെ ദിശ മാറ്റിയത്? പൈലറ്റോ, കോ പൈലറ്റോ, അതോ ഫ്ലൈറ്റിലുണ്ടായിരുന്ന മറ്റാരെങ്കിലുമോ? ഒരുപാട് എയർപോർട്ടുകൾ ലാൻഡ് ചെയ്യാനുണ്ടായിട്ടും ഫ്യൂവൽ തീരുന്നതുവരെ എയർക്രാഫ്റ്റ് ആകാശത്ത് തന്നെ നിന്നു. സമയം രാവിലെ 8:30. മൗറീഷ്യസിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ചാളുകൾ അവരുടെ ദ്വീപിൻ്റെ തൊട്ടുമുകളിലൂടെ ഒരു വലിയ വിമാനം അതിതീവ്രതയോടെ പറന്നു പോകുന്നതായി കണ്ടു. ശേഷം വലിയൊരു ശബ്ദവും കേട്ടു. ഇവരുടെ വീടുകളുടെ കതവുകളും ജനലുകളും എല്ലാം കുലുങ്ങി. മരങ്ങളെല്ലാം ആടി ഉലഞ്ഞു. ബോയിങ് 777 എയർക്രാഫ്റ്റിൻ്റെ ശബ്ദം തന്നെയാവാം അവർ കേട്ടതും. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല. പക്ഷേ വിമാനത്തിൻ്റെ ആദ്യ അവശിഷ്ടം ഇവിടുന്ന് തന്നെയാണ് ലഭിച്ചത്. അവിടുത്തെ ആളുകൾ പറഞ്ഞത് ഒരു പക്ഷെ ശരിയായിരിക്കാം. അങ്ങനെയെങ്കിൽ അവസാനമായി അവർ പറഞ്ഞ ഒരു വാചകം കൂടിയുണ്ട്: വിമാനം പോകുന്ന വഴിക്ക് സ്ഫോടനവും തീപിടുത്തവും കണ്ടുവെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് ഊഹിക്കാം മൗറീഷ്യസിലാണ് വിമാനം തകർന്നു വീണത്. വീണ്ടും ഒരു ചോദ്യം ഉയരുന്നു: അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ലോകം ഇതറിയാതെ പോയി? നമുക്ക് ചുറ്റും ഒരുപാട് സാറ്റലൈറ്റുകൾ ഉള്ളപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതല്ലായിരുന്നോ? എന്നിട്ടും അത് ചെയ്തില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കി.
നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് വിചിത്രമാണ്. കൂടെയുണ്ടായിരുന്നത് മുദ്രയും. ഇതേപോലെ വിചിത്രമായ കഥകളുമായി ഇനിയും വരുന്നതുവരെ വിട. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6